ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ഗോവിന്ദനെ പറഞ്ഞു മയക്കി ഗോവിന്ദനെ തൻ്റെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് രാധിക. രാധികയുടെ മനസ്സിൽ നിറയെ ഇപ്പോൾ ഗോവിന്ദനും അതുപോലെ അവിടെ വിജയലക്ഷ്മിയും തമ്മിൽ ഒന്നിച്ചോ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പോൾ മകൻ പറഞ്ഞിട്ടൊന്നും രാധികയ്ക്ക് വിശ്വാസമാകുന്നില്ല അവർ തമ്മിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഗീതുവിനെ രക്ഷിച്ചതിൻ്റെ പേരിൽ ഒരു താങ്ക്സ് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞെങ്കിലും രാധികയ്ക്ക് അതങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. രാധികയാണെങ്കിലോ വലിയ ആളായിട്ട് തൻ്റെ മകൻ തന്നെ ചതിച്ചിട്ട് പോവുകയാണോ എന്നൊക്കെയുള്ളൊരു മട്ടിലും മാതിരിയിലും ഒക്കെയാണ് സംസാരവും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ച് നടക്കുകയാണ് ഗോവിന്ദൻ. ഒരു രക്ഷയുമില്ല. ഗീതുവിനെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാതെ തനിക്ക് നാട്ടിലേക്ക് പോകാനും പറ്റത്തില്ല. പക്ഷേ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയും വേണം. അവസാന നിമിഷം ഗീതുവിനെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നും അവിടെ ഏതെങ്കിലും ഡിവോഴ്സ് വാങ്ങിച്ചതിന് ശേഷം അവിടെ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ അവളെ ആക്കാം എന്നുള്ള കാര്യങ്ങളും പറയുകയാണ് ഈ രാധിക. അത് വേറൊന്നും കൊണ്ടല്ല, വിജയലക്ഷ്മിയുമായി ഒന്നിക്കാൻ ഉള്ള സാധ്യത ഗീതു ബാംഗ്ലൂരിൽ നിന്നാൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ സമയം ഗോവിന്ദൻ അത് അമ്മ പറഞ്ഞ നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. അമ്മയ്ക്കിപ്പോൾ ഗീതുവിനോടുള്ള ഒരു ഇതുകൊണ്ട് തോന്നിയതാണെന്നൊക്കെയുള്ള ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെയാണ്. ഗോവിന്ദൻ എന്നിട്ട് ഗീതുവിൻ്റെ അരികിലേക്ക് ഈ ഡിവോഴ്സ് പേപ്പറുമായിട്ട് പോകുക. ഇതിനി നടന്നേ പറ്റൂ. അമ്മ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗീതുവിനോട് സംസാരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പേപ്പറും കയ്യിൽ കരുതിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഗോവിന്ദൻ ഗീതുവിനോട് ഈ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ഗീതുവിനെ കാണാനായിട്ട് നമ്മുടെ വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. എന്തായാലും കുറേ ദിവസം ആയല്ലോ ഗീതുവിനെ കണ്ടിട്ട്. മാത്രമല്ല ഗീതുവിന് ഡിസ്ചാർജ് ആയി എന്നുള്ള വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിൻ്റെ തീരുമാനം എന്താണ് എന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് അവരങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആ സമയത്താണ് നമ്മുടെ ഗോവിന്ദൻ നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നാട്ടിലേക്ക് പോകുന്നതിനെ പറ്റി സംസാരിക്കുന്നത്. ഇവർ വന്ന് കയറിയപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് ഇവർക്ക് മുന്നിലേക്ക് ചെല്ലാതെ ഒരു സൈഡിൽ ഇങ്ങനെ മറഞ്ഞു നിന്നു ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ട്. അപ്പോൾ ഗോവിന്ദ് വീട്ടിലോട്ട് പോകുന്ന കാര്യത്തെപ്പറ്റി ഗീതുവിനോട് പറഞ്ഞപ്പോൾ ഗീതു പറഞ്ഞു, എനിക്ക് ഒരേ ഒരു വാക്കേ ഉള്ളൂ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല എന്ന് തന്നെയാണോ? വീണ്ടും എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യം ചെയ്യണ്ട, ഞാൻ വരില്ല എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞപ്പം നീ പിന്നെ എന്തുദ്ദേശിച്ചാണെന്ന് ഗോവിന്ദ് ചോദിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന്. എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, എനിക്കത് ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇഷ്ടമല്ല? നിന്നോട് ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കൂടെ ജീവിക്കാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാനോ ഒന്നും അല്ല പറഞ്ഞത്. നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാൽ ശരിയാവില്ല. നീ എൻ്റെ കൂടെ വന്നാൽ നിന്നെ ഞാൻ അവിടെ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിലാക്കാം എന്ന കാര്യം പറഞ്ഞു. അവിടെയും നിൻ്റെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല എന്ന് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ വാക്കു പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു കാര്യങ്ങളിലും ഇടപെടേണ്ടെന്നും എനിക്കൊരു വിദ്യാഭ്യാസവും നിങ്ങൾ നേടിത്തരണ്ടെന്നൊക്കെ ഗീതു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗീതു ചെല്ലില്ല എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഗീതു എന്തുകൊണ്ടാണ് പോകില്ല എന്ന് പറയുന്നത് എന്ന് വിജയലക്ഷ്മിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടേ. അപ്പോൾ താൻ വരില്ല എന്ന് തന്നെ ഗീതു ഇങ്ങനെ പറഞ്ഞപ്പം നിൻ്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ, നീ വരില്ല എന്നുള്ളത് ഉറച്ച തീരുമാനമാണെങ്കിൽ ഈ പേപ്പറിൽ നീ എനിക്ക് ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗീതു ഇങ്ങനെ തുറച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നിനക്ക് എന്നോടൊപ്പം വരാൻ കഴിയില്ല, ഈ നാട്ടിൽ തന്നെ നിൽക്കണമെന്നുള്ളത് വാശിയാണെങ്കിൽ ഈ പേപ്പറിൽ എനിക്ക് ഒപ്പിട്ട് തന്നേ പറ്റൂ, ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ ഒപ്പിട്ട് തരില്ലെന്ന് പറഞ്ഞതല്ലേ എന്ന് ഗീതു ഇങ്ങനെ ചോദിച്ചപ്പോൾ, അങ്ങനെ എൻ്റെ ഭാര്യ ആയിക്കൊണ്ട് ഈ നാട്ടിൽ നീ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ഈ പേപ്പറിൽ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഓ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ രണ്ടാനമ്മയായിരിക്കും ഈ പേപ്പറിൽ എന്നെ കൊണ്ട് ഒപ്പിടിക്കണമെന്ന് പറഞ്ഞതല്ലേ എന്ന് ഗീതു ഇങ്ങനെ ചോദിച്ചപ്പം, ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ്, അതിലേക്ക് അവിടെ ഇരിക്കുന്ന എൻ്റെ അമ്മയെ നീ വലിച്ചഴക്കരുതെന്ന് പറഞ്ഞു. അമ്മ ഇതിനകത്ത് നിരപരാധിയാണെന്ന് പറഞ്ഞപ്പം അത് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ മുന്നിൽ നിരപരാധിയൊക്കെ തന്നെയാണ്, അതെനിക്കറിയാം. അതാകാൻ വേണ്ടിയിട്ട് അവർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യവും എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഒരു ശാപവാക്കെന്നുള്ള രീതിയിൽ പറയുക. അപ്പോൾ ഈ രാധിക ഇതിനകത്ത് കളിക്കുന്ന കാര്യങ്ങൾ ഗീതു പറയുന്നത് മറഞ്ഞു നിൽക്കുന്ന വിജയലക്ഷ്മി കേട്ടു. പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലായി, അവളാണ് ഇതിനകത്തെ വിഷം എന്നുള്ളത്. രാധികയ്ക്ക് വേണ്ടിയിട്ടുള്ള പണി പാഴ്സലാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പം നമ്മുടെ വിജയലക്ഷ്മി. അങ്ങനെ മകൻ്റെയും മരുമകളുടെയും ജീവിതം തകർക്കാൻ ആ പിശാശു പിടിച്ചവളെ ഒരിക്കലും വിജയലക്ഷ്മി സമ്മതിക്കില്ല.
അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി രണ്ടും കൽപ്പിച്ചിങ്ങനെ നിൽക്കുന്നു. ഓഹോ, അപ്പോൾ അവളാണ് ഇതിനകത്തും കളിക്കുന്നതല്ലേ, അവൾ ഒതുങ്ങാറായിട്ടില്ല, അപ്പോൾ അവളെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ആ രീതിയിലൊക്കെ വിജയലക്ഷ്മി ഇങ്ങനെ ചിന്തിക്കുന്നു അവിടെ നിന്ന്. ഈ സമയം ഗോവിന്ദൻ ഗീതുവിനോട് ഇതിൽ ഒപ്പിടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഗീതു തല പോയാലും ഒപ്പിടില്ല എന്നും പറഞ്ഞു. ഇനി നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ഒപ്പിടില്ല. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയായി ജീവിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തിൽ കണ്ണു വെച്ചിട്ടോ ഇതൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ഞാൻ ഒപ്പിടില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്താണെന്ന് നിങ്ങൾക്കും മനസ്സിലാകും. അതിനുശേഷം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ തർക്കിച്ച് നിൽക്കുക. പക്ഷെ ഗോവിന്ദന് ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ട് കഴിയണമില്ല. ഗോവിന്ദൻ ഇങ്ങനെ ആകെ വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവൾ ഒപ്പിടുന്നില്ല. ഒപ്പിടാതെ ആണെങ്കിൽ ഒരു സമാധാനം ഗോവിന്ദന് കിട്ടുന്നുമില്ല. ഗോവിന്ദൻ ഇങ്ങനെ എന്നിട്ട് ഭ്രാന്ത് പിടിച്ച് തെക്കുവടക്കി ഇങ്ങനെ നടക്കുക. ഈ സമയത്ത് ഗോവിന്ദ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി ഇതെല്ലാം കണ്ടും കേട്ട് അവിടെ നിൽക്കുകയല്ലോ. അപ്പോൾ ഗോവിന്ദ് ഇറങ്ങുന്നത് കണ്ടപ്പോഴേക്കും വേഗം തന്നെ ബാക്കോട്ട് മാറി ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറി നിന്നു അവർ. കാരണം ഗോവിന്ദ് കാണാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ മാറി നിന്നിട്ട് മകനെക്കുറിച്ചും മരുമകളെക്കുറിച്ചും ആലോചിക്കുക. അപ്പോൾ ഇതിനകത്ത് കളികൾ മുഴുവൻ മറ്റേ അവളാണ് ഇറക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ആ ഒരു ചിന്തയുമായിട്ട് അവരവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഗീതു രണ്ടും കൽപ്പിച്ച് ഭയങ്കര ദേഷ്യത്തിലാണ്. ഇപ്പോഴും ഗീതു ഡിസ്ചാർജ് ആയി എങ്ങോട്ട് പോകുമെന്ന് ഗീതുവിനും അറിയില്ല, ഗോവിന്ദനും അറിയില്ല. ഒരു പക്ഷേ ഗീതുവിനെ ഡിസ്ചാർജ് വാങ്ങി സ്വന്തം ഇടത്തേക്ക് കൊണ്ടുപോകാനായിരിക്കാം വിജയലക്ഷ്മി വന്നിട്ടുള്ളത്. എന്തായാലും ആ സംഭവങ്ങൾ ഇങ്ങനെ അവിടെ നടക്കുന്നു. ഈ സമയത്ത് അവിടെ അറക്കൽ തറവാട്ടിൽ അമ്മയും മോനും കൂടി ഗോവിന്ദന് വെച്ച് കൊടുത്ത ആ പദ്ധതി ഗീതുവിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് നമ്മുടെ രേഖ കേട്ടു. രേഖ കേട്ടിട്ട് നേരെ മുറിയിലേക്ക് ചെന്നു. അപ്പോഴേക്കും വരുൺ അവിടെ ഉണ്ടായിരുന്നു. വരുണിനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മനുഷ്യത്വമില്ലായ്മ ഈ കാണിക്കുന്നേ, എന്തു മര്യാദകേടായി കാണിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഗീതുവിനെ ഇങ്ങനെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നത്, ഗീതുവും ഗോവിന്ദേട്ടനും തമ്മിലുള്ള ബന്ധം പിരിയാൻ എന്തിനാ നിങ്ങൾ അമ്മയും മോനും ഇത്രത്തോളം ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിച്ചു. രേഖേ, നീ നിൻ്റെ കാര്യം നോക്ക്, എനിക്ക് നിന്നോട് എല്ലാ കാര്യങ്ങളൊന്നും ബോധ്യപ്പെടുത്തണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, നിന്നോട് എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല, പിന്നെ നീ എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ ശല്യം ചെയ്ത് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അതല്ല, എനിക്കറിയണം എന്തുകൊണ്ടാണ് ഗീതുവിൻ്റെ പിന്നാലെ നടന്നിങ്ങനെ ഉപദ്രവിക്കുന്നത്. അവൾ ഗോവിന്ദേട്ടൻ്റെ ഭാര്യയാണ്, അവർ തമ്മിൽ ചെറിയൊരു പിണക്കോ കാര്യങ്ങളോ ഉണ്ടെന്നും കരുതി എന്തിനാ അവളോട് ഇങ്ങനെ കാണിക്കുന്നത്? അവൾ പഠിക്കാൻ പോയതല്ലേ, അവൾ പഠിച്ച് മിടുക്കിയായി തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. പിന്നെ അതിനകത്ത് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം നിർത്തടി, നീ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ കിടന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. നാഴിക്ക് 40 തൊട്ട് എന്നെ അമ്മയും കുറ്റം പറയുന്ന നീ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ സംസാരിക്കുന്നത്? നിൻ്റെ ഗീതു ഉണ്ടല്ലോ, അവൾ പോയിരിക്കുന്നതേ IAS പഠിക്കാനൊന്നുമല്ല, സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ജീവിക്കാൻ പോയവളാ. അങ്ങനെ സ്വന്തം കുടുംബവും ഭർത്താവിനെയും എല്ലാം ഉപേക്ഷിച്ച് കാമുകനൊപ്പം ജീവിക്കാൻ പോയവളെ ഇനി ഈ കുടുംബത്തിന് ആവശ്യമില്ല. അങ്ങനെ ഒരു വൃത്തികെട്ടവളെ കയറ്റാൻ മാത്രം അധംപതിച്ചിട്ടില്ല ഈ അറക്കൽ തറവാട്. അവൾക്ക് വേണ്ടി കൂടുതൽ എൻ്റെ മുന്നിൽ നിന്ന് വാദിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ രേഖ ഞെട്ടിപ്പോയിട്ടോ. കാമുകൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്ന ഗീതു ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെ നമ്മുടെ രേഖ ചിന്തിക്കുക. അപ്പോൾ രാധികയോട് ഇതെല്ലാം ചെന്ന് വരുണും പറഞ്ഞു, അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ രാധികയും ഈ പറയുന്ന രേഖയുടെ അടുത്തേക്ക് വന്നിട്ട് രേഖയോട് കാര്യങ്ങൾ പറയുവാണ്. അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം. പക്ഷെ അപ്പോഴും വിശ്വസിക്കാനായിട്ട് രേഖയ്ക്ക് കഴിയുന്നില്ല. ഗീതു ഒരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടി അല്ലെന്നാണ് രേഖ പറയുന്നത്. അങ്ങനെ ഞങ്ങളും വിചാരിച്ചിരുന്നതാണെന്നും, പക്ഷേ അവൾ എല്ലാവരെയും തകർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കിഷോർ എന്നാണ് അവളുടെ കാമുകൻ്റെ പേര്, അവൻ്റെ അരികിലേക്കാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ പാവം ഞെട്ടൽ മാറാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതിലിപ്പോൾ ആര് പറയുന്നതാ ശരി, ആര് പറയുന്നതാ തെറ്റ്, ഇതൊന്നും അറിയില്ല നമ്മുടെ രേഖയ്ക്ക്. രേഖ ആകെ വിഷമിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും വരുൺ വലിയ അഹങ്കാരം കാണിച്ചുകൊണ്ട് രേഖയെ ഒരുപാട് അങ്ങോട്ട് വിമർശിക്കാനും അതുപോലെ ഇനിയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടരുതെന്ന് പറയാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്ക് രേഖയ്ക്ക് ഇത് താങ്ങാൻ പറ്റാതെ കുറച്ചെങ്കിലും സത്യം പറയുന്ന ആൾ അയ്യപ്പേട്ടനാണെന്ന് അറിയാവുന്നത് കൊണ്ട് അയ്യപ്പേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു, അയ്യപ്പേട്ടനോട് ഈ കാര്യം ചോദിക്കാനായിട്ട്. അപ്പോൾ അയ്യപ്പേട്ടനോട് ചോദിച്ചു, സത്യമാണോ അയ്യപ്പേട്ടൻ ഞാൻ ഈ കേട്ടത്? എന്താ കുഞ്ഞെന്താ കേട്ടത്? ഗീതു IAS പഠിക്കാനല്ല, മറിച്ച് ഗീതുവിൻ്റെ കാമുകൻ്റെ ഒപ്പം ജീവിക്കാൻ പോയതാണെന്ന് ഇവിടെ അമ്മയും വരുണേട്ടനൊക്കെ പറയുന്നു. അത് നേരാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പാവം നമ്മുടെ അയ്യപ്പേട്ടൻ ആകെ തകർന്നു പോയിട്ടോ. എന്തു പറയും, ഇത്രയും നാൾ ഇവർക്കൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അയ്യപ്പേട്ടൻ എന്നോട് സത്യമേ പറയാവുള്ളൂ എന്നും പറഞ്ഞ് രേഖ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അയ്യപ്പേട്ടന് നിവർത്തി കേട്ട അയ്യപ്പേട്ടനുള്ള കാര്യം അങ്ങ് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ രേഖയ്ക്ക് ആകെ വല്ലാതായിപ്പോയി കേട്ടോ. പിന്നെ മിണ്ടിയില്ല രേഖ, ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട്
കിച്ചു എന്ന് പറയുന്ന കിഷോറിന് ഒരു 8ൻ്റെ പണിയാണ് കിട്ടിയത്. കിഷോർ ഏതാണ്ടൊക്കെ വലിയ ആനയാണ്, കുതിരയാണ്, ചേനയാണ്, സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവർണികയെ ഞെട്ടിച്ചുകൊണ്ടാണ് കിഷോറിനെ കുറിച്ചുള്ള സത്യം പുറത്തു വരുന്നത്. കിഷോർ രാത്രിയായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ആകെ ടെൻഷൻ പിടിച്ചങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്ഛൻ മരുമകനെ തപ്പി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മകൻ്റെ നില അതീവ ഗുരുതരമായൊരവസ്ഥ. എല്ലാത്തിനും പെർഫെക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളെ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ കിഷോർ എടുത്തൊരു തീരുമാനത്തിൽ വമ്പൻ ചതി തന്നെ പറ്റി. വലിയൊരു എമൗണ്ട് കീപ്പ് ചെയ്തുകൊണ്ട് വലിയൊരു ഇതിലിങ്ങനെ ഒപ്പുവെച്ചു, വലിയൊരു പ്രൊജക്റ്റിൽ ഒപ്പുവെച്ചു. ആ പ്രൊജക്റ്റിൽ ഒപ്പുവെച്ചവരെ മൊത്തത്തിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇതിൽ കിഷോറിനും ഇപ്പോൾ പങ്കുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചും കേട്ടും അവർണികയുടെ ഡാഡി വീട്ടിലേക്ക് വന്നു. അപ്പോൾ മകളിങ്ങനെ കാത്തിരിക്കും അച്ഛനെയും ഭർത്താവിനെയും. അങ്ങനെ അച്ഛൻ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും കിഷോറിനെ കുറിച്ചുള്ള കാര്യങ്ങളിങ്ങനെ ചോദിച്ചു. അപ്പോൾ എല്ലാം കൈവിട്ടു പോയി, ആകെ പ്രശ്നത്തിലായി എന്നുള്ള കാര്യം ഇങ്ങനെ അച്ഛൻ മകളോട് പറയുന്നു. എന്താ അച്ഛാ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യം പറയുന്നത്. കിഷോർ വൻ ഒരു തുകയ്ക്കാണ് ആ ഒരു പ്രൊജക്റ്റിൽ സൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രൊജക്റ്റിൽ സൈൻ ചെയ്ത ആൾക്കാരെ വലിയൊരു മയക്കുമരുന്ന് മാഫിയായിരുന്നു. ആ മയക്കുമരുന്ന് കേസിൽ അവരെ പോലീസ് പിടിച്ചു എന്നുള്ള കാര്യവും പറയുക. അച്ഛൻ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മകൾ നടുങ്ങിപ്പോയി. ദൈവമേ, അപ്പോൾ ഇനി എന്തു ചെയ്യും? കിഷോറും ഇതിനകത്തൊരു ഭാഗമായി എന്നുള്ള രീതിയിലാണ് പോലീസ് സംസാരിച്ചതെന്നും അതേ രീതിയിലാണ് മുന്നോട്ട് കേസ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോഴേക്കും തൻ്റെ ഭാവി, തൻ്റെ ഭർത്താവ്, തൻ്റെ എന്താ പറയുക എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ അവർണിക തകർന്നങ്ങനെ ഇരിക്കുക. പിന്നെ അവർണികയ്ക്ക് ഭ്രാന്തായിരുന്നു. കാരണം തൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു അബദ്ധം ഇനി പറ്റാനില്ല എന്നുള്ളൊരിതിലാണ് നമ്മുടെ അവർണിക ഇരുന്ന് ചിന്തിക്കുന്നത്. എന്തായാലും ഗീതുവിനെ ചതിക്കാൻ നോക്കിയ കിഷോറിന് ഒരു വഴിയിൽ അല്ലെങ്കിൽ മറുവഴിയിൽ ചറവറ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ വിജയലക്ഷ്മി രണ്ടും കൽപ്പിച്ച് തീരുമാനമെടുക്കുന്നത്. സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം രാധിക എന്ന് പറയുന്നവളെ തകർത്ത് തരിപ്പണമാക്കാൻ ഗീതുവും അതുപോലെ താനും കൂടെ വിചാരിച്ചാൽ കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ തൻ്റെ വീട്ടിലേക്ക് ഈ പറയുന്ന വിജയലക്ഷ്മി കൊണ്ടുപോകാനായിട്ട് തയ്യാറാകുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഗീതുവിനോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താം. പിന്നെ രാധിക എന്ന് പറയുന്ന ഭൂലോക തോൽവി എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ഗീതുവിന് അറിയാനും നിഷ്പ്രയാസം സാധിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ഗോവിന്ദൻ്റെ ജീവിതത്തിൽ ഗീതുവിൻ്റെ ആ ഒരു സ്ഥാനം ഉറപ്പിക്കാനാണ് വിജയലക്ഷ്മി ശ്രമിക്കുന്നത്. ഗീതുവിനെ പതുക്കെ പറഞ്ഞു മനസ്സിലാക്കാം, അവരുടെ ആ ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളും എല്ലാം മാറ്റാം. അതുപോലെ തന്നെ ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് ഗീതുവിനെ തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിലാണ് നമ്മുടെ അമ്മ ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ.